പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ തത്വചിന്തകനും ആധ്യാത്മിക ആചാര്യനുമായ സ്വാമി വിവേകാനന്ദൻ ഈ കേരളത്തെ വിളിച്ചൊരു പേരുണ്ട്, ഇത് ഭ്രാന്താലയം എന്ന്. എനിക്ക് തോന്നുന്നു ഇപ്പം കേരളത്തിൻ്റെ പല ബോർഡുകളും കേരളത്തിന് പകരം ഭ്രാന്താലയം എന്ന് എഴുതി വെക്കുന്നത് നല്ലത്. കാരണം മറ്റൊന്നുകൊണ്ടല്ല, ഇപ്പം ഈ നാട്ടിൽ മുതിർന്നവരല്ല പ്രശ്നക്കാർ, നമ്മുടെ വരുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയാണ് പ്രശ്നക്കാർ. ഒരു ഷഹബാസ് കഴിഞ്ഞ ദിവസം മരിച്ചു, നഞ്ചക്ക് കൊണ്ടടിച്ച്. നഞ്ചക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ചുമ്മാ അത് ഉപയോഗിക്കാനാകത്തില്ല. മാർഷൽ ആർട്ടിൻ്റെ ചില തലങ്ങളൊക്കെ താണ്ടിയിട്ടുള്ള നമുക്കറിയാം. നഞ്ചക്ക് നേരെ ഉപയോഗിച്ചില്ലെങ്കിൽ ഉപയോഗിക്കുന്നവൻ്റെ തലയ്ക്ക് അടി കിട്ടും. അപ്പം നഞ്ചക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്നവനാണ് ഈ 10ാം ക്ലാസ്സുകാരൻ അടിച്ചവൻ. അതിന് യാതൊരു സംശയമില്ല. ഓക്കെ, അവൻ പഠിച്ചോട്ടെ, ചെയ്തോട്ടെ, നഞ്ചക്ക് അവൻ്റെ കയ്യിരിക്കട്ടെ. ഡിഫൻസിന് ഉപയോഗിക്കാനോടാ നിന്നെയൊക്കെ മാർഷൽ ആർട്ട് പഠിപ്പിക്കുന്നത്, അല്ലാതെ വേറെ അടിക്കാനല്ല. കളരിപ്പയറ്റ് പഠിപ്പിക്കുന്നത് എന്തിനാ? അവനവൻ്റെ ആത്മരക്ഷാർത്ഥം ഉപയോഗിക്കാൻ വേണ്ടിയാണ്. മറ്റൊരാളെ തല്ലാനോ കുത്താനോ ഒന്നുമല്ല കളരിപ്പയറ്റ് പഠിക്കുന്നത്. നിനക്ക് ഷോട്ടാക്കാൻ അറിയാം, കുൻഫു അറിയാം അല്ലേ? ഇതൊക്കെ എന്തിനാണ് പഠിപ്പിക്കുന്നത്? മറ്റൊരാൾ അടിക്കാനാ? കഷ്ടമാണ് കുഞ്ഞുങ്ങളെ നിങ്ങളുടെയൊക്കെ കാര്യം. പിന്നെ ഈ എടുക്കുന്ന LSDയോ അല്ലെങ്കിൽ MDMAയോ കഴിച്ചത് ടീച്ചേഴ്സിൻ്റെ ഒക്കെ നോട്ട് ചെയ്താൽ ഇടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നൊരു കൊച്ചിനെ എടുത്തിട്ട് ഇടിക്കുന്നുണ്ട്. അവൻ അപ്പർ പഞ്ച് ചെയ്ത്, ലോവറല്ല, അവൻ അപ്പർ പഞ്ച് ചെയ്തേക്കുന്നുണ്ടോ? അവൻ്റെ ആ സ്പീഡ് കാണണം. പോലീസ് നോട്ട് ചെയ്തിട്ടുണ്ടാവാം. അതൊന്ന്. നെടുമങ്ങാട്ടൊരു കൊച്ചിനെ 7 പേര് ചേർന്ന് ഇടിക്കുന്നു. ഇന്നും നടന്നിട്ടുണ്ട് ഇതുപോലെ. ഇവിടെ കുഞ്ഞുങ്ങളെ ഈ ചെയ്യുന്നതൊക്കെ കണ്ടാൽ നമുക്കറിയാം നിങ്ങളുടെയൊക്കെ കൈ എന്താ, നിങ്ങളുടെ കാലെന്താ, എങ്ങനെ മൂവ് ചെയ്യുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളെയൊക്കെ എന്തെങ്കിലും കരോട്ടയോ മാർഷൽ ആർട്സോ എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മറ്റൊരാളെ ഉപദ്രവിക്കാനല്ല, നിൻ്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. അതൊന്ന്. 2, മാതാപിതാക്കളെ നിങ്ങൾ കുഞ്ഞുങ്ങളെ വേദന അറിഞ്ഞ് വളർത്തൂ. ഭക്ഷണം മാത്രം കൊടുത്താൽ പോരാ, വിദ്യാഭ്യാസം മാത്രം കൊടുത്താൽ പോരാ. ചൊല്ലും ചോറും തല്ലും ചോറും. വടിയെ സ്നേഹിക്കുന്നവൻ മക്കളെ വഷളാക്കുന്നു. അച്ഛനൊക്കെ പണ്ട് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ, അപ്പൻ വന്ന് മുമ്പിൽ നിൽക്കുമ്പം പിന്നാലെ പോകുമായിരുന്നു നമ്മളൊക്കെ. വയസ്സ് 52 ഇന്നും അപ്പൻ്റെ പേര് കേട്ടാൽ അല്പം പിന്നിലോട്ടങ്ങ് മാറും. ആ ഒരു ഭയം മാതാപിതാക്കളെക്കുറിച്ച് കുഞ്ഞുങ്ങൾക്കിന്നില്ല, അധ്യാപകരെക്കുറിച്ചില്ല. എന്നെ പഠിപ്പിച്ച പൗലോ സാറുണ്ട് 4ാം ക്ലാസ്സിൽ, എന്നെ പഠിപ്പിച്ച ജോർജ് സാറുണ്ട് 10ാം ക്ലാസ്സിൽ. ഇന്നവരുടെ പേര് കേൾക്കുമ്പം പണിക്കർ സാറുണ്ട് കറ്റാനം സ്കൂളിൽ, പണിക്കർ സാറിൻ്റെ മോനെന്ന് കറ്റാനം പോപ്പൈസിലുണ്ട്. പണിക്കർ സാറിൻ്റെ നിഴൽ കണ്ടാൽ ഞങ്ങൾ അകത്ത് കയറുമായിരുന്നു. എന്തേ ഒരു കമാൻഡിങ് പവറില്ലാത്തത് ഇന്നത്തെ അധ്യാപകർക്ക്? എന്ത് സ്നേഹത്തോടെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് കേരളാകത്തെന്ന് പറയാനുള്ള ധൈര്യമില്ലാത്തത്? ഞങ്ങളൊക്കെ കോളേജിൽ ഇരുന്നിട്ടുള്ളവരാ. 1ഉം 2ഉം കൊല്ലമല്ല, 2005 മുതൽ ഈ കാലഘട്ടം വരെ അധ്യാപകരെ പഠിപ്പിക്കാൻ ഞങ്ങൾ വിദ്യ മാത്രമല്ല കൊടുക്കുന്നത്, തൻ്റെ ഇടത്തിൻ്റെ കണ്ണിന് ദീപ്തിയുള്ള ആഴമായ കാഴ്ചയുള്ള, അല്ലെങ്കിൽ നോക്കിയാലൊന്നും മാറിയിരിക്കാൻ ശക്തിയുള്ള അധ്യാപകരെ സൃഷ്ടിക്കാനാണ് ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. പോപ്പൈസ് സ്കൂളുണ്ട്, പ്ലേറ്റോ ഉണ്ടായിരുന്നു, സോണി ഉണ്ടായിരുന്നു. ഞാൻ പഠിപ്പിച്ച കുറേ വിദ്യാർത്ഥികളുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ പോപ്പൈസിൻ്റെ കാര്യം ഞാൻ അടുത്ത പറഞ്ഞത് കേരളത്തിലുടനീളമുണ്ട്. വടക്കേ മലബാർ മുതൽ കന്യാകുമാരി വരെ, അല്ലെങ്കിൽ തമിഴ്നാട് വരെ, കർണാടക വരെ, ആന്ധ്രാപ്രദേശ് വരെ. അപ്പം ഞങ്ങളൊക്കെ അവരെ പഠിപ്പിച്ചതേ വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി മാത്രമല്ല. ഒരു കാര്യം ഓർഡർ ചെയ്ത് മാറ്റണമെങ്കിൽ, പറഞ്ഞു മാറ്റണമെങ്കിൽ അത് പറഞ്ഞു മാറ്റാനുള്ള തൻ്റെ ഇടം കൂടെ അധ്യാപകർക്കുണ്ടാവണം. ഇവിടെ തൻ്റെ ജ്ഞാനമാണ് ഏറ്റവും വലുതെങ്കിൽ എൻസൈക്ലോപ്പീഡിയ വാങ്ങിച്ച് പിള്ളേർ പഠിച്ചോളും. അതാണ് ജ്ഞാനത്തിൻ്റെ ഏറ്റവും വലിയ ഉറവിടം. ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് അറിയാം. അധ്യാപകരെവിടെ പരാജയപ്പെടുന്നോ അവിടെ വിദ്യാർത്ഥിയും പരാജയപ്പെടും. വിദ്യാർത്ഥികൾ ഞാൻ നിങ്ങളുടെയൊക്കെ പറയാണ്, നീ നിൻ്റെ സഹോദരനെ കൊല്ലുകയും സഹോദരനെ ഉപദ്രവിക്കുകയും ചെയ്യുമ്പം ഓർത്തുകൊള്ളുക, ഈ തലമുറ നിന്നോട് പൊറുക്കുകയില്ല. ജോൺസൺ കരൂർ.